ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, EVS ഒന്നാമത്തെ പാഠഭാഗത്ത് നിന്നുള്ള കുറച്ച് നമ്മൾ LSS പരീക്ഷയ്ക്കൊക്കെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ? നമുക്കറിയാം LSSലെ ആദ്യത്തെ 50 ചോദ്യങ്ങൾ എന്തായിരിക്കും? ഫസ്റ്റ് പാർട്ടിൽ ഇത്തരത്തിലുള്ള MCQ ആയിരിക്കും അല്ലേ, അഥവാ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എളുപ്പമാണെന്ന്, പക്ഷേ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിലുള്ള MCQ ആണ് എന്ത് ചെയ്യുക വരിക. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുക. ഇത് ആദ്യത്തെ പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ ആയിട്ട് വരും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കാം. Anu is listing the adaptations of a camel. Help Anu choose the correct statements regarding the camel from the following. ഒട്ടകത്തിൻ്റെ അനുകൂലനങ്ങൾ ലിസ്റ്റ് ചെയ്യുകയാണ് അനു. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഒട്ടകത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ അനുവിനെ സഹായിക്കൂ. ഓക്കെ, നോക്കാം ഏതൊക്കെയാണ് പ്രസ്താവനകൾ. 1, കൊഴുപ്പ് സംഭരിച്ചു വെക്കുന്ന പൂഞ്ഞ പുറത്തുണ്ട് അല്ലേ, അഥവാ എന്തിൻ്റെ ഹമ്പുണ്ട് അല്ലേ, പുറത്ത് ഹമ്പുണ്ട്. മണലിലൂടെ നടക്കാൻ സഹായിക്കുന്ന പരന്ന കുളമ്പുകളുണ്ട് അല്ലേ, എന്താണ്, ഹാസ് ബ്രോഡ് പാഡഡ് ഹൂവ്സ് അല്ലേ, പരന്ന കുളമ്പുകളുണ്ട്. ഒട്ടകം ഒരിക്കലും വെള്ളം കുടിക്കാത്ത ജീവിയാണ് അല്ലേ, നെവർ ഡ്രിങ്ക്സ് വാട്ടർ. കൺപോളകളുടെ സംരക്ഷണത്തിനായി 3 പാളികളുണ്ട് അല്ലേ, 3 layers ഓഫ് ഐലിഡ്സ്. ഓക്കെ, ഇതാണെന്ത് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അയാൾ കൊടുത്തത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി നമുക്ക് ആദ്യം തന്നെ നോക്കാം അല്ലേ. 1 ശരിയാണ്, നമുക്ക് അപ്പം തന്നെ മനസ്സിലായി. 2 ശരിയാണ്, 4 ശരിയാണ്. പക്ഷെ 3 എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്താണ്? ഒട്ടകം ഒരിക്കലും വെള്ളം കുടിക്കില്ല എന്നാണോ? അല്ല, ഒട്ടകം എന്ത് ചെയ്യും, നന്നായിട്ട് വെള്ളം കുടിക്കും. പക്ഷേ എപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ മനുഷ്യന്മാരൊക്കെ പോലെ എപ്പോഴും വെള്ളം വേണമെന്നില്ല. പക്ഷേ കിട്ടുന്ന സമയത്ത് ഒരുപാട് എന്ത് ചെയ്യും, അത് വെള്ളം കുടിക്കും അല്ലേ. അപ്പോൾ 1, 2, 4 ശരിയാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. 1, 2 ശരിയാണെന്നാണോ? അല്ല. 1, 3 ശരിയാണെന്നാണോ? അല്ല. 1, 2, 4 യെസ്, ഓപ്ഷൻ സി ആണെന്ത് അതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യത്തിലൂടെ നമ്മൾ ഇംഗ്ലീഷ് വായിക്കുന്നത് നമ്മൾ വളരെ ഷോർട്ടായിട്ടാണ് വായിക്കുക. ഇനി വിശദമായിട്ട് മുഴുവനായിട്ട് വായിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാർക്ക് സെപ്പറേറ്റ് ആയി വീഡിയോ ചെയ്യണമെങ്കിൽ അതും എന്ത് ചെയ്യുക, പറയാം. ഓക്കെ, ഓരോ ചോദ്യം കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്ട്രാ നോളജും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരും. അതൊന്ന് നോക്കാം എന്താണെന്ന് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ സി ആണ് ഉത്തരം നമുക്ക് കിട്ടിയത് അല്ലേ. നോക്കുക, ഒട്ടകത്തെ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിളിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. മരുഭൂമിയിലെ കപ്പൽ ആരാണ്? ഒട്ടകമാണ് അല്ലേ. അതേപോലെ തന്നെ ഒരിക്കലും വെള്ളം കുടിക്കാത്ത ഒരു ജീവി ഉണ്ട്. അതാരാണ്? അത് കങ്കാരു എലിയാണ് അല്ലേ. ആരാണ് ഒരിക്കലും വെള്ളം കുടിക്കാത്തത്? നമ്മുടെ കങ്കാരു എലിയാണ്. ഓക്കെ, മനസ്സിലുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ചോദ്യങ്ങളൊക്കെ സാധ്യമാവുകയാണെങ്കിൽ നോട്ട് പുസ്തകത്തിലൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഈ പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക, എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ആർ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിങ് സീറോഫൈറ്റ്സ്? അഥവാ സീറോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെസേർട്ട് പ്ലാന്റ്സ് ആണ് അല്ലേ, അഥവാ നമ്മൾ മരുഭൂമിയിലുള്ള സസ്യങ്ങൾ അല്ലേ. മരുരൂഹങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, ധ്രുവപ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്നു അല്ലേ. യെസ്, പോളാർ റീജിയൻസിൽ ഒരുപാടുണ്ട് അല്ലേ. കട്ടിയുള്ളതും മെഴുക് ആവരണമുള്ളതുമായ തണ്ടുകളാണ് അല്ലേ. ഈ മരുഭൂമികൾ അഥവാ ഡെസേർട്ട് പ്ലാന്റ്സിന് എന്താണ്? കട്ടിയുള്ള തിക്ക് സ്റ്റെംസ് വിത്ത് വാക്സി കോട്ടിംഗ്. ഓക്കെ, വേരുകൾ ആഴത്തിൽ മണ്ണിലേക്ക് ഇറങ്ങുന്നു. റൂട്ട്സ് ഗ്രോ ഡീപ്പ് ഇൻ ടു ദ സോയിൽ. ഇവയ്ക്ക് മനോഹരമായ വലിയ ഇലകളുണ്ട്. ദേ ഹാവ് ബ്യൂട്ടിഫുൾ ലാർജ് ലീവ്സ് അല്ലേ, അഥവാ ലാർജ് ലീവ്സ്. ഓക്കെ, ഇത് കേട്ടപ്പോൾ നമുക്ക് അറിയാം എന്തോ ഒന്ന് പ്രശ്നമുണ്ടല്ലേ. നോക്കുക, ഒന്നാമത്തെ ശരിയാണോ? ധ്രുവപ്രദേശങ്ങളിൽ ധാരാളമായി. ധ്രുവപ്രദേശങ്ങളിലാണോ? പോളാർ റീജിയൻസിലാണോ? അല്ല. എവിടെയാണ്? യെസ്, മരുഭൂമിയിലാണ് അല്ലേ. ചോദ്യത്തിൽ തന്നെ ഉണ്ടെന്നാണ് ഡെസേർട്ട് പ്ലാന്റ്സ് ആണ് അല്ലേ, ഡെസേർട്ടിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, രണ്ടാമത്തത് കട്ടിയുള്ളതും മെഴുക് ആവരണമുള്ളതുമായ തണ്ടുകളുണ്ട് അല്ലേ. സ്റ്റെമ്മ് നല്ല തിക്കാണ് അല്ലേ, കട്ടിയുണ്ട്. അതേപോലെ തന്നെ വാക്സി കോട്ടിംഗ് ഉണ്ട് അല്ലേ. എന്തിനാണ് കട്ടിയുള്ള സ്റ്റെമ്മ്? യെസ്, അതിൻ്റെ ഉള്ളിൽ എന്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്? വെള്ളം ശേഖരിച്ചിട്ടുണ്ട്. വാക്സി കോട്ടിങ് എന്തിനുള്ളതാണ്? അഥവാ വെയിലൊക്കെ തട്ടുമ്പോൾ വെള്ളം വേഗത്തിൽ പോകാതിരിക്കാൻ, ബാഷ്പീകരിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട് അതിന്? ഒരു വാക്സി കോട്ടിങ്ങും ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 എന്താണ് ശരിയാണ്?
3 നോക്കാം. വേരുകൾ ആഴത്തിൽ മണ്ണിലേക്ക് ഇറങ്ങുന്നു, അല്ലെ, ഡീപ്പ് ഇൻ ടു ദ സോയിൽ. എന്തുകൊണ്ടാണ്? യെസ്, വെള്ളം അല്ലേ, വെള്ളം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വേരുകൾ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലേ. അപ്പം നമ്മളെവിടെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, വേഗത്തിൽ വെള്ളം കാണും, അല്ലേ. പക്ഷെ മരുഭൂമിയിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആഴത്തിൽ അല്ലേ ഇറങ്ങും. അപ്പോൾ അതും എന്താണ്, 3ഉം ശരിയാണ്. ഓക്കെ, 4ാമത്തെ ഓപ്ഷനിലേക്ക് പോയി നോക്കാം. ഇവയ്ക്ക് മനോഹരമായ വലിയ ഇലകളുണ്ട്. ശരിയാണോ? അല്ല, ചെറിയ ഇലകളാണെന്ന് നമുക്കറിയാം, അല്ലേ. ചെറിയ ഇലകളാണ്, ഒന്നെങ്കിൽ ചെറിയ ഇലകൾ അല്ലെങ്കിൽ ഇലകളെ ഉണ്ടാവില്ല, അല്ലേ. അപ്പോൾ 1ഉം 4ഉം എന്താണ്, തെറ്റാണ്, അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണോ? 1, 2, 3 എന്നിവ തെറ്റാണ്, അല്ലേ. നോക്കണം, ശരിയല്ലാത്ത പ്രസ്താവനകളാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ, ശ്രദ്ധിക്കുക. 1, 2, 3 തെറ്റാണോ? അല്ല. ശരിയല്ലാത്തതാണോ? അല്ല. ബി 2ഉം 3ഉം 4ഉം ആണോ? അതുമല്ല. എസ് സി എന്താണ്, 1ഉം 4ഉം. 1ഉം 4ഉം എന്താണ്, 1ഉം 4ഉം തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ സി ആണ് ആൻസർ. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സ്ട്രാ നോളജ് നോക്കാം. എന്താണ്? സി ആണ്, അല്ലേ. ഇവിടെ നമുക്ക് മരൂഹങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു ഡെസേർട്ട് പ്ലാന്റ്സിനെ കാണാം. ഓക്കെ, ഇതിനൊക്കെ ഉണ്ടോ? ഈ ഒരു ഇതിന് ഇലകളുണ്ടോ? ഇല്ല, വലിയ നല്ല കട്ടിയുള്ള തണ്ടുകൾ മാത്രമാണുള്ളത്. ഇലക്ക് പകരം എന്തുണ്ട്, മുള്ളുകൾ നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും, അല്ലേ. കള്ളിമുൾച്ചെടി, കറ്റാർ വാഴ എന്നിവ മരുരൂഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ജലനഷ്ടം തടയാൻ ഇവയുടെ ഇലകൾ മുള്ളുകളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. യെസ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആട്ടോ, മനസ്സിൽ കുറിച്ച് വെക്കുക, എഴുതി വെക്കുക. ഓക്കെ, അപ്പം എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ജലനഷ്ടം തടയാൻ വേണ്ടിയിട്ടാണ് ഇലകളാവാത്തത്, അല്ലേ. പകരം എന്തായി മാറുന്നു, അത് മുള്ളുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. റീഡ് ദ ഗിവൺ ഇൻഫർമേഷൻ അബൌട്ട് ഫ്രോഗ്സ്. തവളയെക്കുറിച്ച് തന്നിട്ടുള്ള വിവരങ്ങൾ വായിച്ചു നോക്കൂ. വായിച്ചു നോക്കാലോ, അല്ലേ. 1, തവള ഒരു ഉഭയജീവിയാണ്. ശരിയാണോ? യെസ്, ഫ്രോഗ് എന്താണ്, ഒരു ആംഫിബിയൻ ആണ്, അല്ലേ. ഒരു ഉഭയജീവിയാണ്, ശരിയാണ്. അഥവാ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല ഉഭയജീവി. എന്താണ്? ജനനം വെള്ളത്തിലും പിന്നീട് അങ്ങോട്ട് വെള്ളത്തിലും കരയിലും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്നതാണെന്ത്, ഉഭയജീവികൾ. ഓക്കെ, 2, മുട്ടയിടാൻ വെള്ളം ആവശ്യമില്ല. ആവശ്യമില്ലേ? വേണം, അല്ലേ. യെസ്, തവളക്ക് എവിടെയാണ് മുട്ടയിടുക? ലെഗ്സ് എവിടെയാണ്? യെസ്, വെള്ളത്തിലാണ്, അല്ലേ. അപ്പോൾ 2 തെറ്റാണ്. 3 നോക്കാം. വെള്ളത്തിനടിയിൽ ത്വക്ക് വഴിയാണ് ശ്വസിക്കുന്നത്. ശരിയാണ്, അല്ലേ. അണ്ടർ വാട്ടറിൽ എങ്ങനെയാണ്? സ്കിന്ന് വഴിയാണ്, അല്ലേ. ത്വക്ക് എന്ന് പറഞ്ഞാൽ സ്കിന്ന്, അല്ലേ, തൊലി, അല്ലേ. സ്കിന്ന് വഴിയാണ് ശ്വസിക്കുന്നത്. 4, കരയിൽ ശ്വാസകോശം വഴിയാണ് ശ്വസിക്കുന്നത്. ശരിയാണോ? യെസ്, അല്ലേ. ബ്രീത്ത് ചെയ്യണ കരയിൽ എങ്ങനെയാണ്? ലാൻഡിൽ ത്രൂ ലങ്സ് ആണ്, അല്ലേ. അതും ശരിയായിട്ടുള്ള ഉത്തരമാണ്. അപ്പോൾ ഏതാണ്, ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉം 4ഉം, അല്ലേ. എ തെറ്റാണ്. യെസ്, ബി ഈസ് ദ റൈറ്റ് ആൻസർ. ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, എക്സ്ട്രാ നോളജ് എന്താണെന്ന് നോക്കാം. തവളകൾ പ്രജനനത്തിനും മുട്ടയിടുന്നതിനും പ്രധാനമായും വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. വാലില്ലാത്ത ഉഭയജീവിയാണ് തവള, അല്ലേ. അപ്പോൾ വാലില്ലാത്ത ഒരൊറ്റ ഉഭയജീവിയാണ്, അല്ലെങ്കിൽ വാലില്ലാത്ത ഉഭയജീവികളിൽ പെട്ട ഒരാളാണ് ആര്? നമ്മുടെ തവള. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് ആംഫിബിയൻസിന് 5 ആംഫിബിയൻസിനെ നോക്കിയിട്ടുണ്ട്. ഇതിൽ 4 എന്തായാലും കാണാൻ പഠിക്കുക. ഫ്രോഗ്സിന് എന്തായാലും അറിയണം, സലാമാൻഡറിനെ അറിയണം, ന്യൂട്ടിനെ അറിയണം, സീസിലിയനെ അറിയണം, പറ്റുകയാണെങ്കിൽ ടോഡിനെയും ഓർത്ത് വെക്കുക. ഓക്കെ, 4 എന്തായാലും എന്ത് ചെയ്യാം, മിനിമം പഠിച്ചു വെക്കുക. ഇതിന് മലയാള പേരൊന്നുമില്ല, ഇത് തന്നെയാണ് അവരുടെ പേര്, മലയാളത്തിൽ എഴുതാന്നേ ഉള്ളൂ. ഓക്കെ, ഫ്രോഗിന് മാത്രമേ നമ്മൾ തവളയുള്ളൂ, അല്ലേ. ഓക്കെ, ഈ ഒരു ആംഫിബിയൻസിനെയും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, LSSകാർ ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്വാറ്റിക് പ്ലാന്റ്സ്? ജലസസ്യങ്ങളുടെ പ്രത്യേകതകൾ ഏവ? അല്ലെ, ജലസസ്യങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ് ചോദിക്കുന്നത് നോക്കാം. 1, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ വായു അറകളുള്ള തണ്ടുകളുണ്ട്, അല്ലെ. സ്റ്റെംസ് വിത്ത് എയർ കാവിറ്റീസ്, അല്ലെ. 2, അല്ലെ, ശരിയല്ലേ? ശരിയാണല്ലേ. നോക്കിയിട്ട് പോവാം. 2, ഇലകളിൽ മെഴുക് ആവരണമുണ്ട്, അല്ലെ. വാക്സി കോട്ടിങ്, അല്ലെ. ലീവ്സിൽ എന്തുണ്ട്? വാക്സി കോട്ടിങ് ഉണ്ട്. യെസ്, ട്രൂ ആണ്, അല്ലെ. ആഫ്രിക്കൻ പായൽ ഒരു ജലസസ്യമാണ്. ആഫ്രിക്കൻ പായൽ ഈസ് ആൻ അക്വാറ്റിക് പ്ലാന്റ്, അല്ലേ. ദാറ്റ്സ് ഓൾസോ കറക്റ്റ്, അല്ലേ. വലിയ ആഴത്തിൽ പോകുന്ന വേരുകളുണ്ട്. ഹാവ് റൂട്ട്സ് ദാറ്റ് ഗോ വെരി ഡീപ്പ്. അതിലെന്തുണ്ട്? തെറ്റുണ്ട്, അല്ലേ. വലിയ ആഴത്തിൽ പോകുന്നുണ്ടോ? ഇല്ല, അല്ലേ. യെസ്, അപ്പോൾ എന്താണ്? 1, 2, 3 ശരിയാണ്, അല്ലേ. എ അല്ല, ബി ആണ്. യെസ്, 1, 2, 3 ശരിയാണ്, അല്ലേ. അപ്പോൾ ബി ഈസ് ദ റൈറ്റ് ആൻസർ. എക്സ്ട്രാ നോളജ് നോക്കാം. എന്താണ്? താമര, ആമ്പൽ, കുളവാഴ തുടങ്ങിയവ ജലസസ്യങ്ങൾക്ക് മറ്റ് ഉദാഹരണങ്ങളാണ്. ഇവയുടെ വേരുകൾ ആഴത്തിലേക്ക് വളരാറില്ല, അല്ലേ. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് ഈ ഇത്തരം ജലസസ്യങ്ങളുടെ പേരുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. താമര, ആമ്പൽ, കുളവാഴ, അല്ലേ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
ചൂസ് ദ കറക്റ്റ് അഡാപ്റ്റേഷൻസ് ഓഫ് ഫിഷ്, അല്ലെ, മീനിൻ്റെ ഏറ്റവും കറക്റ്റായിട്ടുള്ള മത്സ്യങ്ങളുടെ അനുകൂലനങ്ങളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ. ഒന്ന് നോക്കാം. വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ ചെകിളപ്പൂക്കൾ സഹായിക്കുന്നു, അല്ലെ. യെസ്, വെള്ളത്തിനടിയിൽ എന്ത് വെച്ചിട്ടാണ്, അല്ലെ, ഗിൽസ്, അല്ലെ, ചെകിളപ്പൂക്കൾ ഗിൽസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മീനുകൾ ബ്രീത്ത് ചെയ്യുന്നത്. ദിശ മാറ്റാൻ വാൽ ചിറക് സഹായിക്കുന്നു, അല്ലെ. ഫിൻസ് ഹെൽപ്സ് ഇൻ ചേഞ്ചിങ് ഡയറക്ഷൻ, അല്ലെ. അല്ലെ, ശരിയാണ്, അല്ലെ. ദിശ മാറ്റാൻ വാൽച്ചിറക് സഹായിക്കുന്നു. ശരീരത്തിൽ ശൽക്കങ്ങൾ ഉണ്ട്, അല്ലെ. ദ ബോഡി ഹാസ് സ്കെയിൽസ്, അല്ലെ. ശരിയാണ്, അതും ശരിയായ പോയിന്റാണ്. ശരീരത്തിന് തോണിയുടേത് പോലുള്ള ആകൃതിയാണ്. ബോഡി ഹാസ് സ്ട്രീം ലൈൻഡ് ഓർ ബോട്ട് ലൈക്ക് അഥവാ ബോട്ട് ലൈക്ക് ഷേപ്പ് എന്ന് പഠിച്ചാലും മതി, അല്ലെ. ബോഡി ഹാസ് ബോട്ട് ലൈക്ക് ഷേപ്പ്, അല്ലെ. അതും എന്താണ്, കറക്റ്റാണ്, അല്ലെ. സോ ആൻസർ എന്തായിരിക്കും? യെസ്, എല്ലാം ശരിയാണ് എന്നുള്ള ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതിൽ എക്സ്ട്രാ നോളജിലേക്ക് പോയി നോക്കാം. എന്താണ് തോണി പോലുള്ള ആകൃതി അഥവാ സ്ട്രീം ലൈൻഡ് ബോഡി അല്ലെങ്കിൽ ബോട്ട് ഷേപ്പ്ഡ് ബോഡി, അല്ലെ, വെള്ളത്തിലൂടെയുള്ള ഘർഷണം കുറച്ച് വേഗത്തിൽ നീന്താൻ സഹായിക്കുന്നു, അല്ലെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ കൈ ഇങ്ങനെ തുറന്ന് വെച്ച് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ, അല്ലെ, വെള്ളത്തിൻ്റെ അടിയിലൂടെ കൈ ഇങ്ങനെ മുഴുവനായിട്ട് പരത്തി തുറന്ന് വെച്ചാൽ നമുക്ക് നീക്കാൻ കുറച്ച് പ്രയാസമാണ്, അല്ലേ. പക്ഷെ അതേ സമയം അതൊന്ന് കൂർപ്പിച്ച് പിടിച്ചിട്ട്, അല്ലെ, വിരലുകളൊക്കെ ഒന്ന് കൂർപ്പിച്ച് പിടിച്ചിട്ടൊന്ന് പോയി നോക്കൂ, അല്ലേ, വളരെ എളുപ്പം പോകും, അല്ലേ. അതുപോലെ തന്നെയാണ് മീൻ, എന്താണ്, മുൻഭാഗം ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും, വേഗത്തിൽ വെള്ളത്തിൻ്റെ ഉള്ളിലൂടെ നീന്തി പോകാൻ അതിനെ സഹായിക്കുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which of the following statements do not apply to the kangaroo rat? കങ്കാരു എലിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ഉൾപ്പെടാത്തവ ഏതെല്ലാം, അല്ലെ. അഥവാ കങ്കാരു എലിയെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്, അല്ലെ. ജീവിതത്തിൽ ഒരിക്കലും വെള്ളം കുടിക്കാത്ത ജീവിയാണ് ആര്? കങ്കാരു എലി. അത് ശരിയല്ലേ? യെസ്, അത് ശരിയാണ്, അല്ലേ. അപ്പോൾ ഇത് നമുക്ക് വേണ്ടതില്ല, അല്ലേ. ശരിയായ കാര്യം നമുക്ക് വേണ്ട, തെറ്റായവയാണ്, അല്ലെ, ഉൾപ്പെടാത്തവയാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ. അപ്പോൾ ഇത് നമുക്ക് വേണ്ട, ഒന്ന് വേണ്ട. 2, മുൻകാലുകളെ അപേക്ഷിച്ച് പിൻകാലുകൾക്ക് നീളം കുറവാണ്. ആണോ? അല്ല, നേരെ തിരിച്ചാണല്ലേ. പിൻകാലുകൾക്കാണ് എന്ത്, അതിന് നീളം കൂടുതൽ. അപ്പോഴാണ് നല്ല പവറിൽ കങ്കാരുവിനെ പോലെ ചാടാനൊക്കെ കഴിയുക, അല്ലേ. അപ്പോൾ ഇതെന്താണ്, നമുക്ക് വേണ്ടതാണ്, ഉൾപ്പെടാത്തവയാണ്, അല്ലേ. 3, മരുഭൂമിയിൽ ജീവിക്കുന്ന ജീവിയാണ്, അല്ലേ. ശരിയല്ലേ, മരുഭൂമിയിൽ ജീവിക്കുന്നതാണ്, അല്ലേ. ഓക്കെ. പകൽ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇര തേടുന്നുണ്ട്. ഹൺസ് ഫോർ പ്രേ ഡ്യൂറിങ് ഡേ ടൈം, അല്ലേ. പകൽ സമയത്താണോ? അല്ല, രാത്രി സമയത്താണ്, അല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നില്ല, ഉൾപ്പെടുന്നില്ല, അല്ലേ, ഉൾപ്പെടാത്തവയാണ്. അപ്പോൾ 2 ഉൾപ്പെടാത്തവ നമ്മൾ എന്ത് ചെയ്തു, കണ്ടുവച്ചു. ഓപ്ഷൻ എ നോക്കാം, ഉൾപ്പെടാത്തവയാണ് കേട്ടോ. നോക്കുക, 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ഉൾപ്പെടാത്തവയാണോ? അല്ല, അല്ലേ. ബി, 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ഉൾപ്പെടാത്തവയാണോ? അല്ല, അല്ലേ. 3 നോക്കുക, സി നോക്കുക, 2ഉം 4ഉം ശരിയാണ്. അഥവാ 2ഉം 4ഉം എന്താണ്, ഉൾപ്പെടാത്തതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്, അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ, അല്ലേ. ഇതിൽ പലപ്പോഴും കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. നമ്മൾ ഒറ്റയടിക്ക് വായിക്കുമ്പോൾ, അല്ലേ, നേരത്തെ പോസൊക്കെ ചെയ്ത് വായിച്ചവർ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, എ ആണ് കറക്റ്റ് ആൻസർ എന്ന് കരുതിയിട്ടുണ്ടാവും. കാരണം എന്താ, എ വെച്ച് നോക്കുമ്പോൾ എന്താണ്, 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്, അല്ലേ. അഥവാ കങ്കാരു എലിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് 1ഉം 3ഉം, അത് ശരിയാണ്. പക്ഷെ ഇവിടെ നമ്മളോട് ശരിയായത് കണ്ടെത്താനാണോ ചോദിച്ചത്? അല്ല, ഉൾപ്പെടാത്തവയാണ്. അഥവാ തെറ്റായത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, അല്ലേ. അപ്പോൾ അവിടെ എന്തല്ല, അത് ശരിയല്ല. ഓക്കെ അല്ലേ. ഓക്കെ, ഇതിൽ എക്സ്ട്രാ നോളജ് എന്താണെന്ന് നോക്കിയാലോ. ഓക്കെ, കങ്കാരു എലി ഒരു നിശാചര ജീവിയാണ്, അഥവാ രാത്രിയിൽ ഇര തേടുന്ന ജീവിയാണ്. ചാടാൻ സഹായിക്കുന്ന തരത്തിൽ ഇവയുടെ പിൻകാലുകൾക്ക് മുൻകാലുകളേക്കാൾ നീളം കൂടുതലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അല്ലേ. നന്നായിട്ട് ചാടാൻ വേണ്ടിയിട്ട് എന്താണ്, അതിന് പിൻകാലുകൾ നല്ല ശക്തിയുള്ള അല്ലെങ്കിൽ നല്ല നീളമുള്ള ഉയരമുള്ള പിൻകാലുകളാണ് കൊടുത്തിട്ടുള്ളത്, അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഗ്യാസസ് കോസസ് എയർ പൊല്യൂഷൻ? വായു മലിനീകരണത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ഏവ, അല്ലെ. വായു മലിനീകരണം ശരിയാണോ? അല്ല, അല്ലെ. അതിന് കാരണമാകുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്, അല്ലേ. ഓക്കെ, കാർബൺ മോണോക്സൈഡ്, അല്ലേ. ശരിയാണ്, അല്ലേ. കാർബൺ മോണോക്സൈഡ് എന്ത് ചെയ്യും, വായു മലിനീകരണത്തിന് കാരണമാകും. 2, നൈട്രജൻ ഓക്സൈഡ്, ശരിയാണ്, അല്ലേ. എന്ത് ചെയ്യും, വായു മലിനീകരണത്തിന് കാരണമാകും. സൾഫർ ഡയോക്സൈഡ്, അതും കാരണമാകും. അടുത്തത് ഓക്സിജൻ. ഓക്സിജൻ കാരണമാവോ? ആവൂല, ഇല്ല. കാരണം എന്താ, ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നതല്ല, നമുക്ക് ആവശ്യമുള്ളതാണ്, അല്ലേ. യെസ്, അതല്ല, ബാക്കിയുള്ളതെല്ലാം പല രീതിയിൽ നമുക്ക് ആവശ്യമാണ്. പക്ഷെ അത് ഉണ്ടാവുന്നതിലൂടെ നമ്മളെ എന്ത് ചെയ്യും, നമ്മളെ വായു മലിനീകരണത്തിന് കാരണമാകും എന്നുള്ളതാണ്, അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? 1, 2, 3ഉം ശരിയാണ്, അല്ലേ. ഓപ്ഷൻ സി ഇസ് ദ
റൈറ്റ് ആൻസർ. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സ്ട്രാ നോളജ് എന്താണെന്ന് നോക്കാം. സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും അന്തരീക്ഷത്തിലെ ജലവുമായി കലരുമ്പോഴാണ് ആസിഡ് മഴ ഉണ്ടാകുന്നത് അല്ലേ. ചില സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ നാട്ടിൽ ആസിഡ് മഴകൾ ഉണ്ടാവും അല്ലേ. ഇത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മളെ അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തിലൊക്കെ എപ്പോഴും ജലം ഉണ്ട് അല്ലേ. നിങ്ങളെ പരീക്ഷണത്തിൻ്റെ ഒരു പാടുണ്ട്, അതിൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഈ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കാറിലൊക്കെ ഇരുന്നിങ്ങനെ നമ്മളിങ്ങനെ ഡ്രൈവൊക്കെ ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യും, പുറത്ത് നല്ല മഴയായിരിക്കും, അല്ലെങ്കിൽ ബസ്സിൽ അല്ലേ, പുറത്ത് നല്ല മഴയായിരിക്കും. അപ്പോൾ ചില്ലിൻ്റെ പുറത്ത് നല്ല മഴ ഇങ്ങനെ പെയ്തിട്ടുണ്ടാവും അല്ലേ. നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാവും നമ്മളെ ഗ്ലാസ്സിൽ അല്ലേ ഉൾഭാഗത്തും ചെറിയൊരു നനവ് കാണും അല്ലേ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ഐസൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ്സിൽ ജസ്റ്റ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു ഐസും കട്ടയിട്ട് ഒരു കുപ്പി ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ ഏത് ഗ്ലാസ് ആയാലും മതി, കുപ്പി ഗ്ലാസിൻ്റെ ഉള്ളിലിട്ട് നോക്കുക, പുറത്തൊന്നും ആക്കാതെ. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ ഗ്ലാസിൻ്റെ പുറം ഭാഗം ചെറുതായിട്ടൊന്ന് നനഞ്ഞതൊക്കെ ആയിട്ട് കാണാം അല്ലേ. അതൊക്കെ എന്താണ്, അന്തരീക്ഷത്തിലെ വായുവാണ് അല്ല, അന്തരീക്ഷത്തിലെ ജലമാണ് അവിടെ ആ ഒരു ഗ്ലാസിനോട് പറ്റി പിടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ അന്തരീക്ഷത്തിലെ ജലവുമായി സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും ഒക്കെ കലരുമ്പോൾ നമ്മളിവിടെ എന്തുണ്ടാവും, സാധാരണ മഴയ്ക്ക് പകരം ആസിഡ് മഴ ഉണ്ടാവും അല്ലേ. അത് നമുക്ക് ഭയങ്കര അപകടമാണ് അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ആർ ദ കറക്റ്റ് പെയേഴ്സ് റിഗാർഡിംഗ് ദ ഇക്കോസിസ്റ്റം? ആവാസ വ്യവസ്ഥയെ സംബന്ധിച്ച ശരിയായ ജോഡികൾ ഏവ എന്നുള്ളതാണ് അല്ലേ. 1, ഉൽപാദകർ ഹരിതസസ്യങ്ങൾ അല്ലേ. ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണ്? ഹരിതസസ്യങ്ങളാണ് അല്ലേ. അത് ശരിയായിട്ടുള്ള പോയിന്റാണ്. 2, ആവാസ വ്യവസ്ഥ എന്ന പദം നിർമ്മിച്ച അല്ലെങ്കിൽ കണ്ടെത്തിയത് അല്ലെ, ഇക്കോസിസ്റ്റം എന്ന വാക്ക് കണ്ടെത്തിയത് ആരാണ്? ആർതർ ടാൻസ്ലി അല്ലേ. ശരിയാണ്, അദ്ദേഹമാണ് അത് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്സിജൻ പാർലറുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് കാവുകളാണ്. കർഷകന്റെ മിത്രം പാമ്പാണോ? അല്ല, ആരാണ്? മണ്ണിരയാണ് അല്ലേ. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്നത് ആരാണ്? മണ്ണിരയാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ അഥവാ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതിൽ എക്സ്ട്രാ നോളജ് എന്താണെന്ന് നോക്കാം. മണ്ണിരയെയും പാമ്പിനെയും കർഷകന്റെ മിത്രമായി വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും പ്രധാനമായും കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്നത് മണ്ണിരയാണ്. ഓക്കെ, അപ്പോൾ കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന ഏതാണ്? മണ്ണിരയാണ് അല്ലേ. അല്ലേ, എന്തുകൊണ്ടാണ് പാമ്പിനെ പറയാൻ കാരണം അല്ലേ? നമ്മൾ കർഷകന്റെ വിളകളൊക്കെ ആര് നശിപ്പിക്കും? എലികൾ നശിപ്പിക്കും അല്ലേ. ഈ എലിനെ ആര് പിടിക്കും? പാമ്പ് പിടിക്കും അല്ലേ. പക്ഷെ മണ്ണിര എങ്ങനെയാണ്? മണ്ണിര എന്ത് ചെയ്യും, നമ്മളെ മണ്ണിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ കുറേ അല്ലേ, മണ്ണിര മണ്ണിലല്ല ഉണ്ടാവുക, മണ്ണാണ് അതിൻ്റെ ഭക്ഷണം അല്ലേ. മണ്ണിര എന്ത് ചെയ്യും, മണ്ണിൻ്റെ അടിയിലൂടെയൊക്കെ കുറേ സ്ഥലത്തിലൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മണ്ണിൽ നല്ല വായുസഞ്ചാരം ഉണ്ടാകും അല്ലേ. അങ്ങനെ വായുസഞ്ചാരം ഉണ്ടാകുമ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യും, നമ്മളെ ചെടികളൊക്കെ വളരാൻ തുടങ്ങും അല്ലേ. ആവാസ വ്യവസ്ഥ എന്ന പദം 1935 നിർദ്ദേശിച്ചത് ആരാണ്? ആർതർ ടാൻസ്ലി ആണ്. ആരാണ്? ആർതർ ടാൻസ്ലി. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. വിച്ച് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ക്യാൻ ഒക്യൂർ ഡ്യൂ ടു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ? മനുഷ്യ ഇടപെടലുകൾ മൂലം ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. ഏതൊക്കെയാണ്? ഉരുൾപൊട്ടൽ മനുഷ്യൻ കാരണമാണോ? അല്ലേ. യെസ്, ആരാണ് കാരണം? നമ്മൾ മനുഷ്യർ തന്നെയാണ് ഉരുൾപൊട്ടലിന് കാരണം. എന്തായിരിക്കും കാരണം? മനുഷ്യന്മാരാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ നാട്ടിലത്തെ മലകളും കുന്നുകളൊക്കെ ഇടിച്ച് നിരത്തുന്നത് അല്ലേ. അപ്പം മനുഷ്യൻ തന്നെയാണ് കാരണം അല്ലേ. 2, മണ്ണിടിയാൻ കാരണം എന്താണ്? സെയിം അല്ലേ, അതും മനുഷ്യൻ കാരണം തന്നെയാണ് അല്ലേ. പ്രളയത്തിൻ്റെയും കാരണം അല്ലേ ഒരു പരിധി വരെയൊക്കെ എന്താണ്? മനുഷ്യൻ തന്നെയാണ് അല്ലേ. നമ്മളുടെ പ്രകൃതിയെ നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ. പക്ഷെ മിന്നൽ നമ്മൾ കാരണമല്ല. മിന്നൽ എന്താണ്? വെറുതെ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ഭൗമ അന്തരീക്ഷത്തിലൊക്കെ ഉണ്ടാകുന്ന പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ് അല്ലേ. അപ്പോൾ മിന്നൽ എന്തല്ല? മനുഷ്യ കാരണമല്ല, അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ 1, 2, 3 ശരിയാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതിൽ എക്സ്ട്രാ നോളജ് എന്ന് നോക്കാം. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും വനനശീകരണവും ഉരുൾപൊട്ടലിനും പ്രളയത്തിനും പ്രധാന കാരണങ്ങളാകുന്നുണ്ട്. മിന്നൽ തികച്ചും പ്രകൃതിദത്തമായ പ്രതിഭാസമാണ്, അഥവാ മിന്നൽ തികച്ചും പ്രകൃതിദത്തമായിട്ടുള്ള ഒന്നാണ് അല്ലേ. അശാസ്ത്രീയമായ നിർമ്മാണ അല്ലെ, നമ്മളിങ്ങനെ കണ്ട ബിൽഡിങ്ങുകളും ഒക്കെ നിർമ്മിക്കുക, മലയിലൊക്കെ കൊണ്ടുപോയി നിർമ്മിക്കുക അല്ലെ, വനനശീകരണം, കാടുകളൊക്കെ വെട്ടി നശിപ്പിക്കുക അല്ലെ, ഇതൊക്കെ എന്താണ്? നമുക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളാണ് നമുക്കറിയാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് അഡാപ്റ്റേഷൻ അല്ലെ, അനുകൂലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്താണ്? ഒന്ന് നോക്കാം.
ജീവിക്കാൻ സഹായിക്കുന്ന ശാരീരിക പ്രത്യേകതകളാണിവ അല്ല, അഥവാ ശരിയാണ് അല്ലേ. ഓരോ നമ്മളിങ്ങനെ പഠിച്ചിട്ടുള്ളത് എന്താണ്, ഒരു അനുകൂലനം എന്താണ്, ഒരു ജീവിയുടെ സൂപ്പർ പവറാണ് അല്ലേ, അല്ലെങ്കിൽ ആ ജീവിൻ്റെ പ്രത്യേകതയാണല്ലോ. അഥവാ ജീവിക്ക് ജീവിക്കാൻ സഹായിക്കുന്ന, അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന ശാരീരിക പ്രത്യേകതകളാണെന്ത്, അനുകൂലനം. ശരിയാണ് അല്ലേ. 2 നോക്കാം. പെൻഗിൻ്റെ ചർമ്മബന്ധിതമായ വിരലുകൾ ഇതിന് ഉദാഹരണമാണ് അല്ലേ. ശരിയാണല്ലേ. പെൻഗിന് വെള്ളത്തിലൊക്കെ പോയി മീനെ പിടിക്കണ്ടേ, അപ്പം എന്ത് ചെയ്യണം, ചർമ്മബന്ധിതമായ വിരലുകൾ ഉണ്ടാവണം, അപ്പം നന്നായിട്ട് നീന്താനൊക്കെ കഴിയും. ഓക്കെ, അടുത്തത്. അനുകൂലനം വളർച്ചയെ മന്ദഗതിയിലാക്കുന്നു. അനുകൂലനം വളർച്ചയെ തടയോ? ഇല്ല അല്ല. അനുകൂലനം എന്ത് ചെയ്യും, അവർക്ക് നന്നായിട്ട് വളരാനും വികസിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത്, അനുകൂലനം അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. 3 തെറ്റാണ്. 4. ആമയുടെ പുറംതോട് ഒരു അനുകൂലനമാണ്. ശരിയാണല്ലേ. ആമയ്ക്ക് അത്തരത്തിലുള്ള പുറംതോടുള്ളത് കൊണ്ടല്ലേ എന്തുണ്ടായത്, ജീവികളിൽ നിന്നുള്ള അക്രമത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആമയ്ക്ക് രക്ഷപ്പെടാൻ കഴിയും. ഓക്കെ, അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ 1, 3, 4 ശരിയാണ്. ഏതാണ് 1, 3, 4 ഉള്ളത് ഏതാണ്? അപ്പോൾ 1, 2, 4 എന്താണ്, ശരിയായിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഏതാണ്, ഓപ്ഷൻ ബി ആണല്ലോ. 1, 2, 4 ശരിയായത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്താണ്, ഇതിലൊരു എക്സ്ട്രാ നോളജിലേക്ക് പോകാം അല്ലേ. സോറി. ഒരു ജീവിക്ക് അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ അതിജീവിക്കാനും ആഹാരം കണ്ടെത്താനും പ്രത്യുൽപാദനം നടത്താനും സഹായിക്കുന്ന മാറ്റങ്ങളാണ് അനുകൂലനങ്ങൾ അല്ലേ. അഥവാ എന്താണ്, ഇതിൽ വ്യത്യസ്തമായ ഡെഫിനിഷനൊക്കെ പല രീതിയിൽ പറയാം. ഓക്കെ, എന്താണ്, ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ അനുകൂലനം അല്ലെ, ജീവിക്കാനും അതിന് ആഹാരം കണ്ടെത്താനും അതിന് മക്കളുണ്ടാക്കാൻ അല്ലെ പ്രത്യുൽപാദനം നടത്താനൊക്കെ സഹായിക്കുന്ന അതിൻ്റെ കഴിവുകളാണ്, മാറ്റങ്ങളാണ്, സൂപ്പർ പവറാണ് എന്ത്, അനുകൂലനം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം 10 ചോദ്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ 10 ചോദ്യങ്ങളാണെങ്കിൽ നമുക്ക് എത്ര അറിവ് കിട്ടി? ഒരു 50 ചോദ്യത്തിൻ്റെ അറിവെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഓരോ ചോദ്യത്തിലെയും സ്റ്റേറ്റ്മെൻറ്റ് വഴിയും നമ്മൾ തരുന്ന എക്സ്ട്രാ നോളജ് വഴിയൊക്കെ കുറേ അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ അടുത്ത പാർട്ടും എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും കാണുക, നന്നായിട്ട് പഠിക്കുക. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നടത്തുന്ന പരീക്ഷകളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ എഴുതുക. LSS ഒക്കെ എന്ത് ചെയ്യുക, CM Kids സ്കോളർഷിപ്പൊക്കെ എല്ലാവരും നേടുക. നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്കും ഒക്കെ ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കും നിങ്ങളെ ക്ലാസ്സിലെ ഗ്രൂപ്പുകൾക്കും സ്കൂളിലെ ഗ്രൂപ്പുകൾക്കൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റിലും മറ്റൊക്കെ ആയിട്ട് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.